സ്നേഹമുള്ളവരെ, നമ്മുടെ അതിരൂപതയിലെ കുരുന്നു മനസ്സുകൾക്ക് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഈ വർഷം സപ്ലിമെൻ്ററി ടെക്സ്റ്റായി നൽകപ്പെട്ടിരിക്കുന്നത് വിശ്വാസബോധ്യങ്ങൾ ആത്മരക്ഷയ്ക്ക് എന്നുള്ള ചെറിയ പുസ്തകമാണ്. നമ്മുടെ അതിരൂപതയിലെ ബഹുമാനപ്പെട്ട ജെയിംസ് കൊക്കാവേൽ അച്ഛനാണ് ഈ പുസ്തകത്തിൻ്റെ രചന നടത്തിയിരിക്കുന്നത്. ഈ പുസ്തകം 5 പാഠങ്ങളായാണ് കുട്ടികൾക്ക് മുമ്പിൽ എത്തുന്നത്. അതിൽ ആദ്യ പാഠം പരിശുദ്ധ ത്രിത്വത്തെക്കുറിച്ചുള്ള വിശ്വാസത്തെയാണ് പ്രത്യേകമായി പരാമർശിക്കുന്നത്. ക്രിസ്ത്യാനികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ ത്രിത്വത്തിലുള്ള വിശ്വാസം നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമാണ്. നാം വിശ്വസിക്കുന്നത് ത്രിത്വത്തിലാണ്. പരിശുദ്ധ ത്രിത്വം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഉൾപ്പെടുന്ന ഏകദൈവം. നാം ബഹുദൈവ ആരാധകരല്ല, മറിച്ച് ഏകദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ്. എന്നാൽ ഏകദൈവത്തിൽ 3 ആളുകളുണ്ട്. ഈ പരിശുദ്ധ ത്രിത്വം നമുക്ക് മുമ്പിൽ വെളിപ്പെടുത്തപ്പെട്ട മഹനീയമായ രഹസ്യമാണ്. ദൈവം വെളിപ്പെടുത്തുമ്പോൾ ആ വെളിപാടിനോട് നമുക്കുണ്ടാകേണ്ട പ്രതികരണമാണ് നമ്മുടെ വിശ്വാസം. പരിശുദ്ധ ത്രിത്വത്തെ കൂടുതൽ മനസ്സിലാക്കാൻ സഹായിക്കുന്നതാണ് വിശ്വാസബോധ്യങ്ങൾ ആത്മരക്ഷയ്ക്ക് എന്നുള്ള പുസ്തകത്തിലെ ആദ്യ പാഠം. ഈ പാഠത്തിൽ 10 ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനാണ് പ്രധാനമായും ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം, ത്രിത്വൈക ദൈവവിശ്വാസത്തെക്കുറിച്ച് തിരുസഭ നമ്മെ പഠിപ്പിക്കുന്നത് എന്ത് എന്നുള്ളതാണ്. തിരുസഭ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിലും സഭാപിതാക്കന്മാരുടെ പഠനങ്ങളുടെ അടിസ്ഥാനത്തിലും നമുക്ക് മുൻപിൽ ത്രിത്വത്തെപ്പറ്റിയുള്ള രഹസ്യം അവതരിപ്പിക്കുന്നുണ്ട്. ത്രിത്വം ഏകമാകുന്നു. നമ്മൾ വിശ്വസിക്കുന്നത് 3 ദൈവങ്ങളിലല്ല, 3 വ്യക്തികളായ ഏകദൈവത്തിൽ, ഏക സത്തയോടുകൂടിയ ത്രിത്വത്തിലാണ്. 3 ദൈവിക വ്യക്തികളും കൂടി ഒരു ദൈവിക സത്തയെ വിഭജിച്ചെടുക്കുകയല്ല ചെയ്യുന്നത്. പ്രത്യുത ത്രിത്വത്തിലെ ഓരോ വ്യക്തിയും പൂർണ്ണമായും മുഴുവനായും ദൈവമാണ്. പുത്രൻ എന്തായിരിക്കുന്നുവോ അതുതന്നെയാണ് പിതാവ്. പിതാവ് എന്തായിരിക്കുന്നുവോ അതുതന്നെയാണ് പുത്രൻ. പരിശുദ്ധാത്മാവ് എന്തായിരിക്കുന്നുവോ അതുതന്നെയാണ് പിതാവും പുത്രനും. അതായത് സ്വഭാവത്തിൽ ഒരു ദൈവമാണ്. ഈ 3 വ്യക്തികളിൽ ഓരോരുത്തരും ദൈവിക സത്ത, ദൈവിക സാരാംശം അഥവാ ദൈവിക പ്രകൃതി തന്നെയാണ്. രണ്ടാമത്തെ ചോദ്യവും മൂന്നാമത്തെ ചോദ്യവും വിശുദ്ധ ഗ്രന്ഥത്തിലെ പരിശുദ്ധ ത്രിത്വത്തെക്കുറിച്ചുള്ള സൂചനകളെപ്പറ്റി സംസാരിക്കുകയാണ്. രണ്ടാം ചോദ്യത്തിൽ പഴയ നിയമത്തിൽ പരിശുദ്ധ ത്രിത്വത്തെപ്പറ്റി സംസാരിക്കുന്നുണ്ടോ എന്നുള്ള കാര്യമാണ് നാം പ്രധാനമായും അന്വേഷിക്കുന്നത്. പഴയ നിയമത്തിൽ പരിശുദ്ധ ത്രിത്വത്തെപ്പറ്റിയുള്ള സൂചനകളുണ്ട്. ഒന്നാമതായി ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 26-ാം വാക്യത്തിൽ ദൈവം സൃഷ്ടികർമ്മം നടത്തുന്ന അവസരത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. ദൈവം സൃഷ്ടിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് എന്നുള്ള ബഹുവചനം ഉപയോഗിച്ചിരിക്കുന്നത് ദൈവം ഏകനല്ല, മറിച്ച് 1-ലധികം ആളുകൾ ദൈവത്തിലുണ്ട് എന്നുള്ള സൂചനയാണ് നമുക്ക് നൽകുന്നത്. അടുത്തതായി ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ 18-ാം അധ്യായത്തിൽ ആദ്യ വാക്യങ്ങളിൽ അബ്രാഹത്തിന് മാമ്രയുടെ ഓക്കുമരത്തോപ്പിന് സമീപം ദൈവം പ്രത്യക്ഷനാകുന്ന ഒരവസരം നാം കാണുന്നുണ്ട്. അവിടെ തല ഉയർത്തി നോക്കുമ്പോൾ 3 ആളുകൾ തനിക്കെതിരെ നിൽക്കുന്നതായാണ് അബ്രാഹം കാണുന്നത്. ഈ 3 ആളുകൾ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ സൂചനയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മൂന്നാമത്തെ ചോദ്യത്തിൽ സുവിശേഷങ്ങളിൽ പരിശുദ്ധ ത്രിത്വത്തെക്കുറിച്ച് നൽകുന്ന വെളിപ്പെടുത്തലുകളെക്കുറിച്ചാണ് നാം സംസാരിക്കുന്നത്. ദൈവം ത്രിത്വമാണെന്ന സത്യം ദൈവം മനുഷ്യനായ ഈശോ മിശിഹ തന്നെ നമുക്ക് വെളിപ്പെടുത്തിയതാണ്. ആ സത്യം വിവിധ സുവിശേഷങ്ങളിലൂടെ ഇന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഒന്നാമതായി ഈശോയുടെ മാമോദീസ അഥവാ ദനഹ സംഭവമാണ് ആദ്യ വെളിപ്പെടുത്തൽ. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തിലും മർക്കോസിൻ്റെ സുവിശേഷത്തിലെ ആദ്യ അധ്യായത്തിലും ലൂക്കായുടെ സുവിശേഷം 3-ാം അധ്യായത്തിലും ഈശോയുടെ ജ്ഞാനസ്നാനത്തെ പറ്റിയുള്ള പരാമർശങ്ങളുണ്ട്. അവിടെ ഈശോ ജ്ഞാനസ്നാനം സ്വീകരിക്കുന്ന അവസരത്തിൽ സ്വർഗം തുറക്കപ്പെട്ടതായും പിതാവായ ദൈവം സ്വരമായും പുത്രനായ ദൈവം മനുഷ്യരൂപത്തിലും പരിശുദ്ധാത്മാവായ ദൈവം പ്രാവിൻ്റെ രൂപത്തിലും സന്നിഹിതമായി എന്ന് നാം വായിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ഒരു മഹനീയമായ വെളിപ്പെടുത്തലായി ഈശോയുടെ മാമോദീസ അവസരത്തെ നമുക്ക് കണക്കാക്കാം. അതോടൊപ്പം ഈശോ തൻ്റെ സ്വർഗാരോഹണത്തിന് മുമ്പായി ശിഷ്യന്മാർക്ക് പ്രേഷിത ദൗത്യം നൽകുമ്പോൾ ദൈവത്തിൻ്റെ ത്രിത്വാത്മകതയെ വ്യക്തമായി അവതരിപ്പിക്കുന്നുണ്ട്. ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ. ഈശോ മിശിഹ തന്നെ ത്രിത്വത്തിലെ 3 വ്യക്തികളെയും വ്യക്തമായി ശിഷ്യന്മാർക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നതാണ് ഇവിടെ നാം കാണുന്നത്. അതോടൊപ്പം യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ ഈശോ ഇങ്ങനെ പറയുന്നു:
എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. ഇവിടെ ഈശോ തന്നെയും പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും വെവ്വേറെ പരാമർശിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ സുവിശേഷങ്ങളിൽ പലയിടത്തും പരിശുദ്ധ തൃത്വത്തെപ്പറ്റി വ്യക്തമായ സൂചനകളുണ്ടെന്ന് നമുക്ക് കാണാം. ഇതോടൊപ്പം ഇവയല്ലാതെ മറ്റ് സുവിശേഷ ഭാഗങ്ങളിലും പുതിയ നിയമ ഗ്രന്ഥഭാഗങ്ങളിലുമൊക്കെ പരിശുദ്ധ തൃത്വത്തെപ്പറ്റിയുള്ള സൂചനകളുണ്ട്. ശ്ലീഹന്മാരുടെ നടപടി പുസ്തകം 1-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിലും പൗലോസ് ശ്ലീഹായുടെ ലേഖനങ്ങളിൽ കൊറിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൻ്റെ 13-ാം അധ്യായം 13-ാം വാക്യത്തിൽ, കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 12-ാം അധ്യായം 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ, വെളിപാട് പുസ്തകം 1-ാം അധ്യായം 4-5 വാക്കുകളിൽ ഒക്കെ പരിശുദ്ധ തൃത്വത്തെ പറ്റിയുള്ള സൂചനകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വിശുദ്ധ ഗ്രന്ഥ കാലഘട്ടത്തിന് ശേഷം സഭാപിതാക്കന്മാർ പരിശുദ്ധ തൃത്വത്തെപ്പറ്റി നമ്മോട് സംസാരിക്കുന്നുണ്ട്. വിശുദ്ധ അഗസ്തീനോസ് കടൽക്കരയിലെ കുട്ടിയുടെ സഹായത്തോടെ പരിശുദ്ധ തൃത്വം എന്ന അഗ്രാഹ്യമായ രഹസ്യത്തെപ്പറ്റി ചിന്തിക്കുന്ന സംഭവം നമുക്കെല്ലാവർക്കും പ്രസിദ്ധമായി അറിയാവുന്നതാണല്ലോ. വിശുദ്ധ അഗസ്തീനോസ് മാത്രമല്ല, പൗരസ്ത്യ സഭാപിതാക്കന്മാരായ മാർ അപ്രേമും മറ്റ് സഭാപിതാക്കന്മാരും സാർവത്രിക സൂനകദോസുകളുമൊക്കെ പരിശുദ്ധ തൃത്വത്തെപ്പറ്റി ധാരാളമായി പഠിപ്പിക്കുന്നുണ്ട്. സഭാപിതാവായ വിശുദ്ധ അപ്രേം തൃത്വത്തെ സൂചിപ്പിക്കാനായി പ്രത്യേകം ഉപയോഗിക്കുന്ന പ്രതീകം സൂര്യനാണ്. സൂര്യൻ, അതിൽ നിന്ന് പുറപ്പെടുന്ന ചൂട്, അതിൻ്റെ പ്രകാശം എന്നിവ 3 ആണെങ്കിലും അതെല്ലാം ചേർന്ന് ഒന്നായിരിക്കുന്നത് പോലെയാണ് പരിശുദ്ധ തൃത്വം എന്ന് അദ്ദേഹം പഠിപ്പിക്കുന്നു. 6-ാമത്തെ ചോദ്യത്തിൽ നമ്മൾ പ്രത്യേകമായി അന്വേഷിക്കുന്നത് മുസ്ലിങ്ങൾ പരിശുദ്ധ തൃത്വ വിശ്വാസത്തെ അംഗീകരിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യമാണ്. ഇല്ല, മുസ്ലിങ്ങൾ ഏകദൈവ വിശ്വാസികളാണ്. അങ്ങനെയാണെങ്കിലും അവർ ദൈവം തൃത്വമാണെന്ന സത്യം അംഗീകരിക്കുന്നില്ല. ഖുറാനിൽ ഈ ഒരു കാര്യം വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ അള്ളാഹുവിലും അവൻ്റെ ദൂതന്മാരിലും വിശ്വസിക്കുക, തൃത്വം പറയരുത്, നിങ്ങൾ അത് അവസാനിപ്പിക്കുക, അതാണ് നിങ്ങൾക്ക് ഉത്തമം എന്ന് ഖുറാനിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് മുസ്ലിങ്ങൾ തൃത്വവിശ്വാസത്തെ അംഗീകരിക്കാത്തത്? മുസ്ലിങ്ങളെ സംബന്ധിച്ച് അള്ളാഹു മാത്രമാണ് ഏകദൈവം. അവനൊരു പുത്രനുണ്ടാവുക സാധ്യമല്ല. അള്ളാഹു തൻ്റെ അധികാര അവകാശങ്ങളിൽ ആരെയും പങ്കുകാരാക്കിയിട്ടില്ല എന്നിങ്ങനെയുള്ള വാദങ്ങളാണ് മുസ്ലിങ്ങൾക്കുള്ളത്. പരിശുദ്ധ തൃത്വവിശ്വാസത്തെ ബഹുദൈവ വിശ്വാസമായിട്ടാണ് ഖുറാൻ കണക്കാക്കുന്നത്. ഈ കാരണങ്ങൾ കൊണ്ടാണ് മുസ്ലിങ്ങൾ തൃത്വവിശ്വാസത്തെ അംഗീകരിക്കാത്തത്. എപ്രകാരമാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ തൃത്വത്തെ നിഷേധിച്ചുകൊണ്ടുള്ള ഇസ്ലാമിക വാദഗതികളെ നേരിടാൻ സാധിക്കുന്നത്? ബൈബിൾ വെളിപ്പെടുത്തപ്പെട്ട ദൈവവചനമാണെന്ന് നാം വിശ്വസിക്കുന്നു. ബൈബിളിൽ നമുക്ക് മുമ്പിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന പരിശുദ്ധ തൃത്വത്തെ നമുക്ക് നിഷേധിക്കാൻ സാധിക്കുകയില്ല. ബൈബിൾ വളരെ വ്യക്തമായി പരിശുദ്ധ തൃത്വത്തെപ്പറ്റി നമ്മോട് സംസാരിക്കുമ്പോൾ അത് നിഷേധിച്ച് മറ്റൊരു വഴിയെ യാത്ര ചെയ്യുവാൻ നമുക്ക് സാധ്യമല്ല. ദൈവം സ്നേഹമാണെന്നും ദൈവം അഗ്രാഹ്യനാണെന്നും അവിടുത്തെ മനസ്സ് അഗ്രാഹ്യമാണെന്നും വിശുദ്ധ ഗ്രന്ഥം നമ്മെ പഠിപ്പിക്കുന്നു. തൃത്വം എന്നൊരു വാക്ക് വിശുദ്ധ ഗ്രന്ഥത്തിലില്ല. അത് സഭാപിതാക്കന്മാർ രൂപപ്പെടുത്തിയ ഒരു പദമാണ്. എന്നാൽ തൃത്വം എന്ന ആശയം വിശുദ്ധ ഗ്രന്ഥത്തിലുള്ളതാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്നീ 3 ആളുകളുണ്ട് എന്നുള്ളത് വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു സത്യമാണ്. എന്നാൽ ആ 3 ആളുകൾക്ക് തൃത്വം എന്നുള്ള പേര് നൽകുന്നത് സഭാപിതാക്കന്മാരുടെ കാലഘട്ടത്തിലാണ്. തൃത്വദർശനം വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. അവിടെ തെളിവിന് പ്രസക്തിയില്ല. തെളിവുള്ള കാര്യം വിശ്വാസമല്ല, മറിച്ച് അറിവാണ്. ദൈവം തൃത്വമാണ് എന്നതിന് എന്താണ് തെളിവ് എന്ന് ചോദിക്കുന്നവർക്ക് ദൈവം തൃത്വമല്ല, ഏകനാണ് എന്നതിന് എന്തെങ്കിലും തെളിവ് ഹാജരാക്കാനുണ്ടോ എന്നുള്ളൊരു മറുചോദ്യവും പ്രസക്തമാണ്. തൃത്വത്തെ നിഷേധിക്കുന്ന മുസ്ലിങ്ങൾ തന്നെ അവരുടെ ആരാധന ആചാരങ്ങളിൽ പലവട്ടം 3 എന്നുള്ള ആശയത്തിന് പ്രാധാന്യം നൽകുന്നുണ്ട്. പ്രാർത്ഥനയ്ക്ക് മുമ്പ് 3 പ്രാവശ്യം കൈകൾ കഴുകുന്നതും, എന്തിനെങ്കിലും ശുദ്ധീകരിക്കാനായി 3 പ്രാവശ്യം ഓതുന്നതും, മക്കയിൽ പോകുമ്പോൾ 3 പ്രാവശ്യം കല്ലെറിയുന്നതും, മൃതദേഹം സംസ്കാരത്തിനൊരുക്കുമ്പോൾ 3 പ്രാവശ്യം കുളിപ്പിക്കുന്നതുമൊക്കെ 3 എന്നുള്ള ആ ഒരു അക്കത്തിൻ്റെ പ്രാധാന്യം സൂചിപ്പിക്കുന്നുണ്ട്. തൃത്വം എന്നുള്ള ആശയം നിഷേധിക്കുമ്പോൾ പോലും തൃത്വാത്മകമായ ചിന്ത അവരുടെ വിശ്വാസാചാരങ്ങളിൽ പോലും അന്തർലീനമായി കിടക്കുന്നുവെന്ന് വേണം നാം മനസ്സിലാക്കുവാൻ. തൃത്വൈക വിശ്വാസം ബഹുദൈവ വിശ്വാസമാണോ എന്നുള്ളതാണ് 9ാമത് നാം കാണുന്ന ചോദ്യം. തൃത്വൈക വിശ്വാസം ബഹുദൈവ വിശ്വാസമല്ല. പരിശുദ്ധ തൃത്വം ഏകദൈവമാണ്. ആ ദൈവത്തിൽ 3 വ്യക്തികളുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അവർ ഓരോരുത്തരും
താന്താങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കുകയോ പരസ്പര വിരുദ്ധമായി പ്രവർത്തിക്കുകയോ അല്ല. പരിശുദ്ധ ത്രിത്വത്തിൻ്റെ പ്രവർത്തനത്തിന് എപ്പോഴും ഒരേ ലക്ഷ്യമാണുള്ളത്. അവർ 3 പേരും സ്നേഹത്തിൽ എപ്പോഴും ഒന്നായിരിക്കുന്നവരാണ്. 10ാമതായി നാം കാണുന്ന ചോദ്യം, അവിശ്വാസികളുമായി ത്രിത്വ വിഷയത്തിൽ വാദപ്രതിവാദത്തിൽ ഏർപ്പെടുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം എന്നുള്ളതാണ്. ആദ്യമായി നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ വിശ്വാസത്തെപ്പറ്റി വ്യക്തമായ ബോധ്യത്തോട് വേണം മറ്റൊരാളോട് നാം സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് ആരംഭിക്കുവാനായി. ത്രിത്വൈക വിശ്വാസത്തെപ്പറ്റി വ്യക്തമായ ബോധ്യമില്ലാത്തവർ മറ്റുള്ളവരോട് ഇക്കാര്യങ്ങളെപ്പറ്റി സംവാദത്തിൽ പോകാൻ ഇടയായാൽ അത് നമ്മുടെ വിശ്വാസത്തെ തന്നെ തകർക്കാനും നശിപ്പിക്കാനും സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മുടെ വിശ്വാസം എന്താണ് എന്നുള്ളത് നമ്മൾ ശരിയായി മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഈ ഒരു രീതിയിൽ ത്രിത്വത്തെ മനസ്സിലാക്കുവാനും പരിശുദ്ധ ത്രിത്വത്തിൽ വിശ്വസിക്കുവാനും പരിശുദ്ധ ത്രിത്വത്തിന് ആരാധന കൊടുക്കുവാനും നമ്മെ സഹായിക്കുക എന്നുള്ളതാണ് ഈ ഒരു ആദ്യ പാഠത്തിൻ്റെ പ്രത്യേകമായ ലക്ഷ്യം.